ഒരുപാട് ആഗ്രഹിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കിട്ടുന്നില്ല എന്നുണ്ടോ? ആഗ്രഹിച്ചിട്ടും കിട്ടാത്ത ആ ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടി ഗണപതി ഭഗവാന് ഈ വഴിപാടൊന്ന് ചെയ്തു നോക്കൂ. കൃഷ്ണഗിരി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എത്ര ശ്രമിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും നടക്കാതെ വരുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നാറുണ്ടല്ലേ? അതിനുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി എല്ലാവരും കാണണേ. ഗണപതി ഭഗവാൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിലോ ഉപപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിലോ ഈ പറയുന്ന വഴിപാട് ചെയ്യാവുന്നതാണ്. ഈ വഴിപാട് ചെയ്താൽ 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമായിക്കോട്ടെ അത് നടന്നിരിക്കും. 100% ഉറപ്പ്. ഏറ്റവും സത്യമുള്ള ഒരു വഴിപാടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ചെയ്യേണ്ടത് ബുധനാഴ്ച ദിവസമാണ്. എന്തുകൊണ്ടെന്നാൽ ഗണപതി ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ബുധനാഴ്ച. 3 ബുധനാഴ്ചയാണ് ഈ വഴിപാട് ചെയ്യേണ്ടത്. ശുദ്ധിയോടെ, വൃത്തിയോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ 3 ബുധനാഴ്ച അടുപ്പിച്ച് ചെയ്യുക. കുളിച്ച് ശുദ്ധിയായി ഏത് അമ്പലത്തിലാണോ ഈ വഴിപാട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അമ്പലത്തിലെ ഗണപതി നടയിൽ പോയി പ്രാർത്ഥിക്കുക. എന്നിട്ട് ആ മാല കെട്ടുന്ന അമ്പലത്തിലെ ആളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും കടയിലോ നിങ്ങൾ ഈ പറയുന്ന മാല കെട്ടിത്തരാൻ പറയുക. നിങ്ങൾക്ക് മാല കെട്ടാൻ അറിയാവുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിത് തനിയെ ചെയ്യാൻ കേട്ടോ. ഇനി മാല എന്താണെന്ന് പറയാം. കറുക നാരങ്ങ മാലയാണ് ഇത്. 27 നാരങ്ങ കോർത്തുണ്ടാക്കുന്ന മാലയാണിത്. അതിൽ ഒരു നാരങ്ങയും ഒരു കറുകയും ഇടകലർത്തി വേണം കെട്ടാൻ. ഇത് എല്ലായിടത്തും കിട്ടണമെന്നില്ല, പറഞ്ഞ് ചെയ്യിക്കേണ്ട വരും. തലേന്ന് പറഞ്ഞ് ചെയ്യിക്കണം കേട്ടോ. ഇതുപോലെ നാരങ്ങയും കറുകയും ഇടകലർത്തി കെട്ടി ബുധനാഴ്ച ഗണപതി അമ്പലത്തിൽ ചെന്ന് ഇത് ഭഗവാന് ചാർത്താൻ തിരുമേനിയെ ഏൽപ്പിക്കുക. എന്നിട്ട് ഗണപതി ഭഗവാന് ഒരു നാളികേരം കൂടി ഉടയ്ക്കുക. പോകുമ്പോൾ നാളികേരം കൊണ്ടുപോകാൻ മറക്കരുത്. നാളികേരവും 3 ബുധനാഴ്ചയും ഉടയ്ക്കേണ്ടതാണ്. അത് നമ്മൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടും ഈ മാല ചാർത്തി കഴിയുമ്പോൾ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നാളികേരം ഉടയ്ക്കാൻ പറഞ്ഞത്. ഇനി ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? കാലത്ത് ചെയ്യുന്നതാണ് അത്യുത്തമം. വൈകിട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കാലത്ത് ചെയ്താൽ വളരെ നല്ലത്. കാലത്ത് തീരെ സമയം കിട്ടാത്തവർ മാത്രം വൈകിട്ട് ചെയ്തോളൂ. അങ്ങനെ 3 ബുധനാഴ്ച ഈ കറുക നാരങ്ങ മാല ചാർത്തി 3 നാളികേരവും ഉടച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഭഗവാന്റെ നടയിൽ നിന്ന് നിങ്ങളുടെ ആഗ്രഹം പറയുക. പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ ഓം ഗം ഗണപതയേ നമ എന്ന മന്ത്രം 108 തവണ ആ നടയിൽ നിന്ന് ചൊല്ലാൻ മറക്കരുത്. ഓം ഗം ഗണപതയേ നമ, ഓം ഗം ഗണപതയേ നമ, ഓം ഗം ഗണപതയേ നമ എന്ന് ജപിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞാൽ ഭഗവാൻ തീർച്ചയായും അത് കൈക്കൊള്ളും. ഇതോടൊപ്പം ഈ 21 ദിവസവും വീട്ടിൽ നിലവിളക്ക് വെക്കുമ്പോൾ ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ നിലവിളക്ക് ഭഗവാനായി സങ്കല്പിച്ച് അതിൻ്റെ മുന്നിലോ കുറച്ച് വെളുത്ത പൂക്കളോ കറുക ഉണ്ടെങ്കിൽ അതോ വെച്ച് ഓം ഗം ഗണപതിയേ നമ എന്ന നാമം ജപിക്കുക. എന്ത് വന്നാലും നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കും. എന്നും കാലത്ത് ഗണേശ മന്ത്രമായ, അതായത് ഗണേശ ഗായത്രി, രാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധിയായ ശേഷം ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് ഈ ഗണേശ ഗായത്രി മന്ത്രം 3 തവണ ചൊല്ലുക. അന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സവും ഇല്ലാതിരിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ഇതും 21 ദിവസം ജപിക്കുക.
21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കും എന്നതിന് യാതൊരുവിധ സംശയവും വേണ്ട. എല്ലാവരും ഈ വഴിപാട് നിങ്ങളൊന്ന് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കി തരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവരും ഈ വീഡിയോയുടെ താഴെ ഗം ഗണപതയേ നമഃ എന്ന് ഒരു കമൻ്റ് ഇടാൻ മറക്കരുത്.